ഞാൻ അങ്ങോട്ട് പോവാമേ. എന്താടാ ഇവിടെ ഇരിക്കുന്നത്? അമ്പലത്തിൽ കയറിയില്ലേ? ഞാൻ ചേച്ചിയൊന്ന് കാണാൻ വന്നു. എന്താ? അതെ ചേച്ചി, അളിയനോട് പറഞ്ഞ് എനിക്കൊരു 25,000 രൂപ വാങ്ങിട്ടാണ്. ഇതിപ്പോ എത്രാമത്തെ തവണയാടാ വാങ്ങിക്കുന്നേ? ചുമ്മാ വേണ്ട ചേച്ചി, എനിക്ക് കാശ് കിട്ടുമ്പോ ഞാൻ അങ്ങ് തിരിച്ചു തരാം. കിട്ടിയത് തന്നെ. ചേച്ചി ഒന്ന് അളിയനോട് പറഞ്ഞു നോക്ക്. ഞാൻ പറയാം, കിട്ടുമെന്ന് ഉറപ്പില്ല. ആദ്യം ചേച്ചി അളിയനോട് പറ, പിന്നെ ഞാൻ ചോദിക്കാം. എന്തായാലും ഞാൻ പറഞ്ഞു നോക്കാം. ഇപ്പൊ അളിയൻ വീട്ടിലുണ്ടോ? ഇല്ല, കൃഷി സ്ഥലത്താ. രാവിലെ ഒരു തൂമ്പ എടുത്തോണ്ട് ഇറങ്ങിയതാ. എന്നാ പിന്നെ ഞാൻ അളിയനെ കണ്ട് സംസാരിച്ചോളാം. ഇങ്ങനെ ഒരു ആങ്ങള, കാശ് മാത്രം മതി. രാജുവേ, എന്തോ മാത്രം ഇത്ര ഗൗരവം? അല്ല പീതാംബരൻ ചേട്ടാ, ഈ സുഗുണം കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടായത്. അത് വിട്ടുകള രാജുവേ. സുഗുണ ഒരു തെറ്റ് പറ്റി, അത് മനഃപൂർവ്വമല്ലല്ലോ. എന്നാലും വല്ലാത്ത ചെയ്തായി പോയി. ആ സംഭവത്തിന് ശേഷം സുഗുണനെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. വല്ലപ്പോഴും എന്നെ കൊണ്ട് പറ്റിച്ചിട്ട് പോകുന്ന ആളായിരുന്നു. പണിയുണ്ട് സെറ്റാ, പണിയുണ്ട് സെറ്റാ. നാളെ വരാം സെറ്റാ. അവിടുത്തെ സൈക്കിളിലോട്ട് വരാം സെറ്റാ. വരാം. എല്ലായിടത്തും പണിക്ക് നമ്മളേ ഉള്ളൂ സെറ്റാ. ഒരു കട്ടിൻ ചായ സെറ്റ്. പീതാംബരൻ ചേട്ടോ, നല്ല കടുപ്പത്തിൽ ചായ എടുത്തോട്ടെ. മെമ്പറെ, പഞ്ചസാര ഇടാമോ? ചേട്ടാ, പഞ്ചസാര ഒട്ടും കുറയ്ക്കണ്ട കേട്ടോ. അല്ലേലും മെമ്പറിന് ഇച്ചിരി പഞ്ചസാര കൂടുതൽ. അന്ന് വണ്ടി വന്നിറങ്ങി പെങ്കൊച്ച് ചെയ്താന്നില്ല പിടിയും കിട്ടി. പിന്നില്ലേ, ആ കുട്ടിയെ പറ്റി ഞാൻ തിരക്കിയായിരുന്നു. എന്നിട്ട് അത് നമ്മുടെ സുകുമാരൻ ചേട്ടന്റെ മോളാ. അപ്പൂപ്പനെ കാണാൻ വന്നതായിരുന്നു. സുകുമാരനെ കാണാനില്ലെന്നും പറഞ്ഞ് പഞ്ചായത്തിൽ ഒരു പരാതി വന്നിരുന്നു. അത് പിൻവലിക്കണമെന്നും പറഞ്ഞു വന്നതാണ്. അപ്പൊ കണ്ടു കിട്ടിയോ? ഒന്നും പറയേണ്ട രാജുവേ, കക്ഷിക്ക് ഓർമ്മ തീരെ കുറവാ. കായംകുളത്ത് എന്നിറങ്ങേണ്ട ആള് ചെന്നിറങ്ങിയത് ഇവിടെ ഗുരുവായൂര്. അവിടുന്ന് പിടിച്ചോണ്ട് വന്നതാ. അപ്പോ അദ്ദേഹത്തെ കാണാൻ വന്നതാണ് ഈ കുട്ടി. നല്ല കുട്ടിയാ മെമ്പറേ. രാജു, ഞാൻ ഉള്ളതേ പറയത്തുള്ളൂ. കുട്ടിയുടെ പേര് കൃഷ്ണ എന്നാ. പഠിക്കുന്നത് ബാംഗ്ലൂരിൽ. പുതിയൊരു പദ്ധതി പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അതെന്താ പറയാ, പഞ്ചായത്ത് പുതിയ ലോൺ വല്ലതും കൊടുക്കുന്നുണ്ടോ? ലോണുണ്ട്, പക്ഷെ അത് കർഷകരെ സഹായിക്കാൻ. അതിനായി 2 കാളയും 1 കലപ്പയും നമ്മൾ കൃഷിക്കാർക്ക് കൊടുക്കും. അത് കൊള്ളാം. എന്റെ അളിയനെ ഇതൊന്ന് അറിയിക്കണം. അളിയന് കൃഷിക്കാര്യത്തിൽ വലിയ താല്പര്യമാണ്. സുഗുണ, ഓടരുത്, നിന്റെ കാലിയാൻ പറ്റും. അന്ന് മുങ്ങിയ നീ ഇന്നാ പോകുന്നേ. രാജോണ്ണ, ഞാൻ സത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, ഒരു അബദ്ധം പറ്റിപ്പോണ. പിന്നെ അറിയാതാണോടാ നീ അന്ന് അത്രയും പേരെ വിളിച്ചു കൂട്ടിയത്? ആ പറഞ്ഞ ഞാനില്ലെന്ന്, അത് മെമ്പറില്ലേ പറഞ്ഞ, ഞാൻ പറഞ്ഞില്ല. മെമ്പറിനെങ്കിലും നോക്കിയിട്ട് ഓടാമായിരുന്നു. സുഗുണ, നീ ഒരു കാര്യം ചെയ്, എന്റെ വീട്ടിലേക്ക് ചെറിയൊരു പണിയുണ്ട്, മറക്കല്ലേ? ശരി മെമ്പർ. സെറ്റാ, ഗ്ലാസ് സെറ്റാ. ഗൂഗിൾ പേ ഉണ്ട് സെറ്റാ. അയ്യോ, അത് മാത്രം ഇവിടെ ഇല്ല. ഇല്ല സെറ്റാ. ചെഞ്ചില്ലല്ലോ മോനെ. എന്നാ ഞാൻ ബയറ്റ് വരുമ്പോ തരാം സെറ്റാ. ഓ ശരി, ഓക്കെ. പീതാംബരൻ ചേട്ടോ, ബംഗാളിയും പറ്റാണോ? ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നേ. ആ പോയവനെ ആളത്ര ശരിയല്ല. അവൻ പാവമാ രാജു. അവൻ വൈകിട്ട് വരുമ്പോ പൈസ കൊണ്ട് തരും, അതെനിക്ക് ഉറപ്പാ. അവർ നമ്മളെ അതിഥികളല്ലേ. എന്നാ ഒരു കാര്യം ചെയ്, അത്ര പാവാണെങ്കിലേ മോളെ കൂടെ കെട്ടിച്ചുകൂട്. രാജുവേ, എന്നോട് വേണ്ട നിന്റെ ഗുണ്ടായുസൊന്നും കേട്ടോ. എന്റെ ചേട്ടാ, ഈ നാട്ടിലെ ഉറക്കെ സംസാരിച്ച ഗുണ്ടായുസമാണോ? അല്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവേട്ടാ. അപ്പൊ ചായക്കാശ്? അല്ല, ആ ചായയുടെ പൈസ പറ്റില്ല, എഴുതിക്കോ. പറ്റോ? രാജു, വെറുതെ തന്നെ പറ്റിക്കല്ലേ. ഞാൻ ആരെയും പറ്റിക്കത്തില്ല, അത് അളിയന്റെ പറ്റില്ലെന്ന് എഴുതിക്കോ. രാജപ്പനെയും വെറുതെ വിടില്ല. അവന്റെ ചോര ഊറ്റി കുടിക്കുന്ന ഒരു അളിയൻ. ഈ കൊതുകാണെങ്കിൽ എന്താ, ചോര ഊറ്റി കുടിക്കുന്ന കാര്യത്തിൽ ഒരു ദാക്ഷിണ്യമില്ല. നിന്നെയൊക്കെ ഇങ്ങനെ ഞാൻ ഞെരിച്ച് കൊല്ലും. വേണ്ട, പറക്കുന്നുണ്ടോ അതുണ്ടോ? 1 2 3 4. അറിയോ എന്തോ കളിയാ, കൊതുവിനെയും കൊന്നോണ്ടിരിക്കുവാണ് ഇവിടെ. എന്റെ ദേഹത്ത് വന്ന് ചോര ഊറ്റി കുടിക്കുന്ന കൊതുകിനെയൊക്കെ ഞാൻ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലും. ആഹാ, പിടിക്കട്ടെ. അളിയൻ എന്നെയാണ് ഉദ്ദേശിച്ചേ? അല്ല, എന്നെ ആയിരിക്കും. എന്താ കുഞ്ഞളെ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്തൊരു നല്ല കൃഷിയാണ് അത്. പിന്നെ ചേട്ടാ, എന്റെ അപ്പൂപ്പന്റെ ബാഗ് ഒരു ബംഗാളി തട്ടിപ്പറിച്ചോണ്ട് പോയി. ഒന്ന് പെട്ടെന്ന് വരാമോ? അതുവഴിയാ പോയത്. ഞാൻ സുകുമാരന്റെ മോളല്ലേ? അതെ, ഒന്ന് വേഗം വാ പ്ലീസ്. കുഞ്ഞളിയാ, നമുക്കൊന്ന് പോയാലോ? അതെ, നിക്ക് കഴിക്കാൻ വാ. ഞങ്ങളൊരു കള്ളനെ പിടിക്കാൻ പോവാ. നീ ഒരു കാര്യം ചെയ്, ഉച്ചക്കുള്ളതുകൊണ്ട് നീ അവിടെ ഇരുന്നാ കഴിച്ചോ. അയ്യോ, നിക്ക് ഞാനും വരുന്ന.
ആ എന്നാ വാ ഓടിയോ. അയ്യോ എന്റെ അപ്പൂപ്പന്റെ ബാഗിലെ പേപ്പറാ. അപ്പൊ ബംഗാളി ഇവിടെ തന്നെ ഉണ്ട്. എവിടെങ്കിലും കാണുമല്ലോ. കുഞ്ഞളിയാ കുഞ്ഞളിയും വലിയ ഗുണ്ടയില്ലയോ? ഇന്ന് അവനൊന്ന് കരുന്നു. അതിഥികളെ തല്ലാൻ പാടില്ല. അതിഥികളെ തല്ലാൻ പാടില്ല, കേസാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ അതിഥിക്കിട്ട് നല്ലൊരു സൽക്കാരം കൊടുത്താൽ. എന്നാ കൊടുത്തേക്കാം. നിന്നെ റെഡിയാക്കുവാ. എന്റെ ചേട്ടനെ തല്ലുന്നോ? എന്നെ പറഞ്ഞ ബംഗാളി ഇത് നമ്മുടെ ബംഗാളി പയ്യനല്ലേ? എന്താ രാജു, എവനൊക്കെ നല്ലതോ ചീത്തയെന്ന് അറിയാൻ തുന്നിച്ചു നോക്കാൻ പറ്റുമോ? തുന്നിച്ചൊന്നും നോക്കണ്ട, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. ശരിയാവും പറയാം. ഇതുപോലെ കുറെ എണ്ണം ഉണ്ട് നമ്മുടെ നാട്ടില്, കള്ളും കഞ്ചാവും പെണ്ണുപിടിയായിട്ട്. മെമ്പർ കാര്യം ചെയ്യും, പോലീസിനെ ഇൻഫോം ചെയ്യും. ഹലോ, ആ പോലീസ് സ്റ്റേഷനല്ലേ? രാജപ്പോ എന്തു ആലോചിക്കുന്നത്? ചത്തം ചെയ്ത് ആകെ ഗണിയാവൂലോ. മെമ്പറെ, ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയല്ലേ. കുഞ്ഞളിയെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? പണിയായോ? ഇനിയിപ്പോ എന്റെ 18ാമത്തെ അടവെടുക്കുക. എന്നാ പിന്നെ അളിയന്റെ 18ാമത്തെ അടവെടുക്കുക. ഞാൻ ഒന്ന് കാണട്ടെ. നോക്കണം, അറിയാം. സുരക്ഷ ആരെയാ അപ്പൊ വന്നു? കവറി വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞത് രാജോളി ആരാ തല്ലിയ പറഞ്ഞു. അളിയെ തല്ലിയത് ഞാൻ വെറുതെ വിടുവോ? അളിയെ ചത്തം തോന്നി ബംഗാളി. സാറേ, ഈ ബംഗാളി ആ നിൽക്കുന്ന കുട്ടിയുടെ അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും ബാഗ് തട്ടിപ്പറിച്ചു. ആ തട്ടിപ്പറിച്ചവനെ ഇപ്പൊ ഞങ്ങൾ ഓടിച്ചിട്ട് പിടികൂടിയിരിക്കുന്നത്. അതോളെ ശരിയാ സാറേ, ഞാനും അപ്പൂപ്പനും കൂടെ ഹോസ്പിറ്റലിൽ പോയപ്പോഴേ എങ്ങനെ ബാഗ് തട്ടിപ്പറിച്ചോണ്ട് പോയത്. അടിയും പിടിയൊക്കെ നടന്നിട്ടുണ്ടല്ലോ, എന്തോ പ്രശ്നം നടന്നത്? അത് ഞങ്ങൾ കെട്ടിമറിഞ്ഞതാ സാറേ. നിന്റെ ഒരു കെട്ടിമറിയക്കം അന്യ സംസ്ഥാന തൊഴിലാളികളെ കൈയൊക്കെ അല്ലെന്ന് നിനക്ക് അറിയത്തില്ല അല്ലേടാ? കുറ്റകാരമാണ്. അപ്പൊ ഈ ബാഗ് തട്ടിപ്പറിക്കുന്ന കുറ്റകാരമില്ലേ സാറേ? ശരി ശരി, ഞാൻ കൊടുക്കാം. സൗകര്യമായ ഒരു വിഷയമാണ്. ഇതുകൊണ്ടൊരു ശോഭാകാലത്തിൽ അപ്പൊ നിങ്ങൾ ആരും ഇവനെ തൊട്ടില്ലെന്നാ പറയുന്നേ? പിന്നെ എങ്ങനെയാണ് ഇവന്റെ ബോധം പോയത്? സാറേ, ആദ്യം ഞാൻ അടിച്ചപ്പം ബോധം പോയില്ല, അനങ്ങാതെ കിടക്കുമായിരുന്നു. സാറേ, ഇവനിപ്പോ ബോധമൊന്നുമില്ലല്ലോ. ഇപ്പോൾ അടിച്ചത് സുരേഷ. എന്റെ പൊന്നു സാറേ, ജവാൻ ബോധം പോകാൻ നേരത്തെ അടിച്ചത്. കള്ളം പറഞ്ഞോടാ നീ. എടാ നീ അനാശം പറയുന്നോടാ. നീ അടിച്ചപ്പോ ബോധം ഉണ്ടായിരുന്നു. ഞാൻ പോകാൻ നേരത്തെ സാറേ അടിച്ചു. പാവം പിടിച്ച അപ്പൂപ്പനെ കൊണ്ട് ഈ കുട്ടി ആശുപത്രിയിൽ പോയപ്പോ ആ കുട്ടിയുടെ ബാഗ് തട്ടിപ്പറിച്ചോണ്ട് പോയി. അപ്പൊ ഞാൻ അവനെ അടിച്ച് താഴെ ഇട്ടത്. താൻ അടിച്ചപ്പോ ബോധം ഉണ്ടായിരുന്നു. ഞാൻ അടിച്ച പോകണ്ടാവും സാറേ. എന്റെ പേരെന്താന്ന് പറഞ്ഞേ? രാജു. രാജു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മള് ഒരാളെ അടിക്കുമ്പോൾ മരണകാരണമായിട്ടൊന്നും അവരെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്തത് നല്ലതാണ്. പിടിച്ചവരെ അകത്തില് അവനെ.
രാജു, ഇവനൊരു കൊടും ക്രിമിനലാണ്. ബംഗാളില് ഇവനെ ജീവനോട് അല്ലാതെ പിടിച്ചു കൊടുത്താൽ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുന്നതായിരുന്നു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യമാണ് കേട്ടോ. സാറേ, എന്നാ അവനല്ല അടിച്ചത്, ഞാനാ അടിച്ചത്. ചോദിച്ചാടാം, എവരെ കൂടെ പിടിച്ചാത്തേറ്റ് അവ മുങ്ങി. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ രാവിലെ സ്റ്റേഷൻ വരാന്ന് പറയണം. ഈ ബംഗാളിയുടെ പേരിൽ ഒരു പരാതി തരണം. ഓക്കെ? എന്തുവായാലോ ബംഗാളി കാണിച്ച പണി ഭയങ്കര വായ്പ. എല്ലാരും കൂടെ അവിടെ ഇന്നു ആ സുഗുണനെ പിടിച്ച് അവിടെ കെട്ടിയിട്ടേക്കുവാ എവിടെ? ആ കവലയില്. ചേടാ, നമ്മുടെ സുഖണ്ട് ഒരു പ്രശ്നം കഴിഞ്ഞപ്പോ അടുത്തൊരു പ്രശ്നം വീണ്ടും വരിക. എന്തോ ചെയ്യാനാ? ബാ, നമുക്ക് എല്ലാവരും കൂടെ പോയി നോക്കാം. ഒന്ന് പോവാം. നോക്കാം.